സംസ്ഥാനത്ത് ദേശീയപാത വികസന പ്രവർത്തനങ്ങൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഉപേക്ഷിച്ചു അത്രേ. സ്ഥലം ഏറ്റെടുത്തു നൽകാൻ കാലങ്ങളായി സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചു വരുന്ന അതോറിറ്റി ഒടുവിൽ കാര്യം നടക്കില്ല എന്ന് മനസ്സിലായതോടെ പിൻവാങ്ങിയതാണ് എന്ന് കേൾക്കുന്നു. അതുകൊണ്ട് ഇനി കുറ്റിപ്പുറം മുതൽ തലസ്ഥാനം വരെയുള്ള പാതാ വികസനം കൂടി ഇബ്രാഹിം കുഞ്ഞിന്റെ തലയിലായി. ഈ റോഡ് 633 കിലോമീറ്റർ റോഡുകളുടെ കാര്യത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ട്. ചില ഭാഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് കുറ്റിപ്പുറം മുതൽ കഴക്കൂട്ടം വരെയുള്ള ഭാഗത്ത് നിന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അവരെ ബാക്കൗട്ട് ചെയ്തു, പിൻവലിഞ്ഞു. മറ്റു ഭാഗത്തിൻ്റെയും ഒരു പക്ഷേ അങ്ങനെ ഉണ്ടായേക്കാം. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ അത്തരം സംഭവവികാസം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പിൻവാങ്ങിയത്. അപ്പം അതിന് ബദലായി ഒരു സംവിധാനം ഉണ്ടാക്കാൻ ഗവൺമെൻറ് ആഗ്രഹിക്കുകയാണ്. മുഖ്യമന്ത്രിയും ധനമന്ത്രിയും മറ്റു മന്ത്രിമാരുമായി ആലോചിച്ച് അതിനൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. പ്രശ്നത്തിന്റെ ഗൗരവം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഈ പ്രശ്നം നമ്മൾ ആലോചിക്കാൻ തുടങ്ങിയിട്ട് മാസം 6 കഴിഞ്ഞു. മഴ വരുന്നതിന് മുമ്പ് ഒരു തീരുമാനം എടുക്കണം. അപ്പോൾ അതിലൊരു പ്രധാന സംഗതി, നമുക്ക് നാഷണൽ ഹൈവേ വികസനത്തിന് കേന്ദ്ര ഗവൺമെന്റ് നിഷ്കർഷിച്ചിരുന്നത് 60 മീറ്റർ വേണമെന്നാണ്. അത് നമ്മൾ സംസ്ഥാനം ഒന്നടങ്കം ആവശ്യപ്പെട്ടു. അങ്ങനെ അത് 45 മീറ്ററായി മാറി. പിന്നീട് ഈ 45 മീറ്ററും എടുത്തു കൊടുക്കാൻ നമുക്ക് സാധിച്ചില്ല. രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നോട്ടിഫിക്കേഷനൊക്കെ ഡിനോവയായി പോയി. ആ സ്ഥിതിവിശേഷത്തിൽ ഇനി നമ്മൾ പുതിയ ഒരു ചുവരെഴുത്ത് കണ്ടുകൊണ്ട് നമുക്കൊരു പുതിയ സംവിധാനത്തിലേക്ക് മാറണം. ആരെങ്കിലും ധൈര്യമായിട്ടൊരു അഭിപ്രായം പറയാ. നമുക്കൊരു പുതിയ സംവിധാനത്തിലേക്ക് മാറണം. നമ്മുടെ പഞ്ചായത്തിന് കുളം വേണോ റോഡ് വേണോ? നമ്മുടെ പഞ്ചായത്തിന് കുളവും വേണം, റോഡും വേണം. അത് രണ്ടും കൂടെ എങ്ങനെ നടക്കും പിഷാരടി? എന്റെ പ്രസിഡന്റ്, കുളം ജലസേചനത്തിനും റോഡ് ഗതാഗതത്തിനുമാണ്. എന്ന് വെച്ചാൽ ആ സ്ഥലത്ത് കുളം കുത്തിയാൽ റോഡ് എവിടെ വെട്ടും? റോഡ് വെട്ടിക്കഴിഞ്ഞിട്ട് കുളം കുത്താം. അപ്പൊ റോഡ് കുളമാവില്ലേ? അതിന് നമ്മുടെ മിക്ക റോഡുകളും കുളമാണല്ലോ. റോഡ് കുളത്തിലൂടായാൽ എന്താ? അതെ, എപ്പോഴും വെള്ളം ഉണ്ടാവില്ലല്ലോ. 30 മീറ്റർ വീതി ലഭ്യമുള്ള പ്രദേശത്ത് 30 മീറ്ററിലും 30 മീറ്ററിൽ 6 വരി പാത ഉണ്ടാക്കാം. 30 മീറ്ററിലും 45 മീറ്റർ ലഭ്യമായ സ്ഥലങ്ങളിൽ 45 മീറ്ററിലും സർവീസ് റോഡോടുകൂടി നാഷണൽ ഹൈവേ ഡെവലപ്പ് ചെയ്യണം എന്നൊരു അഭിപ്രായമാണ് ശക്തമായി വന്നിട്ടുള്ളത്. നിങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്ത് പ്രസിഡന്റിന്റെ ക്ഷമ പരീക്ഷിക്കല്ലേ? ആരാ പ്രസിഡന്റ്? ഇവിടെ എന്താ ഒരാൾക്കൂട്ടം? ചർച്ചയാണ് സർ. റോഡ് വേണോ കുളം വേണോ, അതാ പ്രശ്നം. ആണോ? എങ്കിൽ ഞാൻ ഇവിടുത്തെ കുളം കലക്കാൻ വന്ന SI ആണ്. നാഷണൽ ഹൈവേ വികസന കാര്യങ്ങളിലെ വളരെ ശക്തമായ എതിർപ്പെന്ന് പറഞ്ഞാൽ ബാലിശമായ എതിർപ്പല്ല, ജനങ്ങളുടെ ബുദ്ധിമുട്ടും സ്ഥലം ലഭ്യമല്ലാത്തത് കൊണ്ട് പല സംഘടനകളും എതിർപ്പുമായി മുന്നോട്ട് വരികയുണ്ടായി. അങ്ങനെ എതിർപ്പുമായി മുന്നോട്ട് വന്നിരുന്ന സംഘടനകളൊക്കെ ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റുമായി സംസാരിക്കുകയും അവർ കുറച്ചും കൂടി കാര്യമായി സഹകരിക്കാം എന്ന് ഉറപ്പു തരികയും ചെയ്തിട്ടുണ്ട്. റോഡും തോടും തിരിച്ചറിയാൻ പറ്റാത്ത നാട്ടിൽ റോഡെല്ലാം ടാർ ചെയ്ത് അല്പം ഒന്ന് തലനീർക്കാം എന്ന് കരുതിയിരിക്കുമ്പോഴാണ് പുതിയ ഇടുത്തി. ഇനിയിപ്പോൾ ടാറിങ്ങുമില്ല, വീതി കൂട്ടലുമില്ല എന്നാകുമോ അവസ്ഥ? എല്ലാം ഇബ്രാഹിം കുഞ്ഞിനറിയാം. ഇന്നത്തെ ഡെമോക്രസി ഇവിടെ പൂർത്തിയാകുന്നു. നാളെ കാണും വരെ നന്ദി, നമസ്കാരം.